ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത്. കുറച്ച് ദിവസമായി വന്നിട്ട് ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ണൂരുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ എണീറ്റ് വന്നതേ ഉള്ളൂ. ചെറുങ്ങനെ തണുപ്പൊക്കെ പിടിച്ചിട്ട് സൗണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ബ്രഷൊന്നും ചെയ്തിനില്ല. അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പം എൻ്റെ അമ്മ ഇവിടെ ഇരുന്നിട്ട് ഫോണൊക്കെ നോക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയില്ലേ? ഞാൻ എണീറ്റ് വരുമ്പോൾ അമ്മേൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ആവും ഏകദേശം. എന്നാൽ ഫുഡ് വെള്ളയപ്പൂ കടലക്കറിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വന്നിട്ടിപ്പോൾ ഏകദേശം ഒന്നരാഴ്ചയൊക്കെ ആയി. ഞാൻ എന്തായാലും ഇനി ഒരു 2-3 ഇവിടെ ഉണ്ടാവും. ഞാൻ എക്സാമിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം ഒരാൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ദീപുവാട്ടം വരുന്നുണ്ട്. 7:30 ആകുമ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം 9:30 ആയി. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തുമായിരിക്കും. ചെറുങ്ങനെ മഴയുണ്ട്. ഇന്നലെ ഇതന്നെ അവസ്ഥ. ഇങ്ങനെ ചെറുങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന മഴ. ഇന്നും ഇപ്പം അങ്ങനെ തന്നെ. രാത്രി നല്ല മഴയുണ്ടായിരുന്നു. ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് തോന്നുന്നുണ്ട് നല്ലോണം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടിപ്പോൾ രാവിലെ ഇപ്പം ഞാൻ എണീറ്റ് വരുമ്പോൾ ഇങ്ങനെ പൊടിയുന്നുണ്ട്. അച്ഛൻ പോയി. അച്ഛനിന്ന് വർക്കുണ്ട്. അപ്പം ഇന്നിപ്പോൾ ഞാനും അമ്മയും ഇനിയിപ്പോൾ ദീപുവാട്ടം വന്നാൽ ദീപുവാട്ടനും കൂടിയാണ് ഉള്ളത്. നവി ഇവിടെ ഇല്ല, നിങ്ങൾക്കറിയാലോ. ഓന് പൂനെയിലാണ്. ഓനില്ലാത്തതിൻ്റെ ചെറിയ ബോറടിയൊക്കെ ഉണ്ട്. ഓനുണ്ടെങ്കിൽ ഫുൾ ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട് നല്ല രസത്തിൽ ഇങ്ങനെ പോകുന്നതാണ്. അപ്പം ഓനില്ലാത്തതിൻ്റെ ഞാൻ അമ്മയും മാത്രം നമ്മളിരുന്ന് ഹോട്ട്സ്റ്റാറിൽ കുറേ ടി വിയിലൊക്കെ ഹോട്ട്സ്റ്റാർ വെച്ചിട്ട് ഹോട്ട്സ്റ്റാറിൽ കുറേ സിനിമയൊക്കെ കാണും, പുതിയ ഇറങ്ങുന്നത്. പിന്നെ സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ സമയം കളയുക ചെയ്യുന്നത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ ഇതുവരെ എൻ്റെ വീട്ടിലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ടില്ല. കാരണം കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ഞാനിങ്ങനെ എണീറ്റ് വരുമ്പോഴേക്ക് അമ്മേൻ്റെ ഫുഡെല്ലാം ആയിട്ടുണ്ടാവും. അപ്പോൾ അമ്മ ഉണ്ടാക്കുന്നതെല്ലാം കഴിച്ച് വെറുതെ റെസ്റ്റ് എടുത്ത് ടി വിയൊക്കെ കണ്ട് ഫോണിലൊക്കെ കളിച്ച് പിന്നെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോകാണ്ടൊക്കെ പോയി വന്ന് പിന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ ഫുഡ് കഴിച്ച് കിടന്നുറങ്ങും. ഇത് തന്നെയാണ് മെയിൻ പരിപാടി. അപ്പോൾ ഇന്നിപ്പോൾ ദീപുവാട്ടനൊക്കെ വരുന്നതുകൊണ്ട് ഈവനിങ് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ ദീപുവാട്ടം വരുമ്പോഴേക്ക് വേഗം പോയി ബ്രഷ് ചെയ്തിട്ട് വരട്ടെ. നമുക്ക് ദീപുവാട്ടം വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാം. എൻ്റെ സൗണ്ടിൽ ചെറിയ പ്രശ്നം ഉണ്ടാവും. അതിനിപ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്ക് ശരിയാവും. ഇപ്പം എണീറ്റ് വന്നുകൊണ്ടായിരിക്കും. പക്ഷെ ചെറുങ്ങനെ തണുപ്പ് പിടിച്ചുകൊണ്ടുണ്ട്. അപ്പോൾ ഒന്നത് അഡ്ജസ്റ്റ് ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് പോയിട്ട് ബ്രഷ് ചെയ്യാം. ആണ് ഗായ്സ് എൻ്റെ റൂം. ഇത് ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ഒരു ട്രൈപോഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സെൽഫി സ്റ്റാൻഡാണ്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ഷോർട്സ് ഇടാം. എൻ്റെ മുടി ഒന്ന് കണ്ടിട്ടാലും ഒന്ന് വിചാരിക്കണ്ട. ഞാൻ രാത്രി കിടക്കുമ്പോൾ കെട്ടി വെച്ചിട്ട് കിടന്നതാ. മുടി അയച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ കിടക്കിടക്ക് ഉറക്കത്തുനിന്ന് ഞെട്ടി മുടി കെട്ടേണ്ടി വരും. അപ്പം ഞാനിങ്ങനെ 2 സൈഡ് മടഞ്ഞിട്ടിട്ട് കിടക്കും. ഒരു സൈഡായിരുന്നു ആദ്യം മടഞ്ഞിട്ടില്ല. പക്ഷേ മുടി കണ്ടോ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ ഫ്രണ്ടിൽ. അപ്പോൾ അതിനുശേഷം ഒരു സൈഡ് കെട്ടുമ്പം ഇത് പുറത്തേക്ക് ഇങ്ങനെ വരും. പിന്നെ ആകെ ഞാൻ എല്ലാം കൂടി പിടിച്ച് കെട്ടേണ്ടി വരും. മമ്മീജി ഇതർ ആവോ ദിവട്ട പറഞ്ഞു നാടിക്കുന്നതിന്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നുണ്ട്. അല്ല, നിങ്ങളെ വണ്ടിയുടെ സൗണ്ട് കേട്ടില്ലല്ലോ. അല്ല, ഞാൻ ഇപ്പൊ റൂമിലേക്ക് പോയത്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല യാത്രയായിരുന്നു. മഴയുണ്ടോ അങ്ങോട്ട്? മിസ് ചെയ്തോ ദീപട്ട? വരുന്നമ്മേ. ശരിക്കും കയ്യെല്ലാം തണുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി പല്ല് വെക്കട്ടെ. അമ്മ വേഗം നാക്കുന്നതിന്. അമ്മക്ക് ഇനി ദീപോട്ടം വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒന്നും മൈൻഡ് ഉണ്ടാവില്ല. അമ്മക്ക് ദീപോട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ ദീപുവാട്ടനെ മൈൻഡ് ഉണ്ടാവും. അപ്പം നമുക്ക് പല്ലേക്കാം. ഞാനപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒരു ട്രൈപോഡിനെ പറ്റിയിട്ട്. എന്തായാലും വീഡിയോസ് എടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആവും ഈ ഒരു ട്രൈപോഡ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഷോർട്സ് ഞാൻ എന്തായാലും ഇതിനെ പറ്റിയിട്ട് ഇടുന്നുണ്ട്. ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ അതിൽ കൊടുക്കാം.
നമുക്ക് ഷടയെ കഴിച്ചിട്ട് വേഗം പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ദീപേട്ടൻ വിശക്കുന്നുണ്ടാവും. ഞാനങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വന്നു. ദീപേട്ടനോട് ഇരിക്കുന്നു. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അമ്മ ചൂടോടെ വെള്ളയപ്പം ചുട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല ക്ലൈമറ്റ് അല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ക്ലൈമറ്റ് വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ മഴയും ചെറുങ്ങനെ മഴ പൊടിയുന്നത്. ഒന്നിക്കിൽ നല്ലോണം മഴ പെയ്യണം, ഇല്ലെങ്കിൽ സാധാ പോലെ വെയിൽ ഇഷ്ടമല്ല. ഇങ്ങനെ എന്താ പറയുക, നമുക്കിങ്ങനെ പുറത്തേക്കൊക്കെ പോയി വരാനൊക്കെ പറ്റുന്ന ടൈപ്പ് ക്ലൈമറ്റ് ആയിരിക്കണം. ഇതൊരു വൃത്തിയായിട്ട ക്ലൈമറ്റ്. സാരില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ. മഴയ്ക്ക് മഴ തന്നെ വേണമല്ലോ. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കാണാം. ഇവിടെ ഭക്ഷണം കഴിക്കാം. അപ്പം നമുക്ക് നല്ല ചൂട് വെള്ളം ഇപ്പം എടിക്കുന്നത്. ഇതിൻ്റെ കൂടെ കടലക്കറിയുമുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇനി ഈ മുടിയൊക്കെ ഒന്ന് മാറ്റി കെട്ടിയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണം. ദൂരമൊന്നുമല്ല, നമ്മൾ ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് പോകുന്നതാണ്. കുളം ഫുൾ നിറഞ്ഞിട്ട് നല്ല രസമുണ്ടാകും ഇപ്പോൾ കാണാൻ. പണ്ടൊക്കെ ഞാൻ നീന്തം പഠിച്ചത് ആ കുളത്തിൽ നിന്നിരുന്നു. എനിക്ക് എൻ്റെ ഓർമ്മയിലൊരു 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ അച്ഛൻ നീന്തം പഠിപ്പിച്ചിട്ടുണ്ടായിന്. ഞാനും നവി ഒരുമിച്ചാണ് നീന്തൊക്കെ പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ പഠിച്ചത് നമ്മൾ ആ കുളത്തിൽ നിന്ന്. പിന്നെ ഞാനൊരു 7ലൊക്കെ പഠിക്കുന്നവരെ നമ്മൾ എല്ലാ മഴയത്തും അവിടെ പോയിട്ട് നീന്താൻ പോക്കുണ്ടായിരുന്നു. അച്ഛനും വരും, പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സ്, അവരെ മക്കൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി നല്ല രസമായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുള്ള വെള്ളമായിരിക്കും. ഇപ്പോൾ പോകുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന്. അതായത് മെയിൻ അമ്പലത്തിൻ്റെ കുളം 2 കുളമുണ്ട്. ഒന്ന് താഴേക്കുളം ഉണ്ട്, ആറാട്ടുകുളമാണ്. പിന്നെ ഒന്ന് മുകളിൽ അമ്പലത്തിൻ്റെ ഇടയ്ക്കുള്ള കുളം. അവിടെയാണ് ഇപ്പോൾ പൂജാരിമാരൊക്കെ കുളിക്കുക. അപ്പം അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊന്നും അങ്ങനെ അവർ എല്ലോ ചെയ്യുന്നില്ല എന്നാണ് കേട്ടത്. നാട്ടിലുള്ളവർക്ക് ഒരു 6 മണി തൊട്ട് 7 മണിക്കുള്ളിൽ പോയി കുളിച്ചിട്ട് വരാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അന്നറിയില്ല, നമ്മൾ അന്വേഷിച്ചിട്ടില്ല. പിന്നെ നീന്താൻ പോകാൻ പറ്റാത്തതുകൊണ്ട്. അപ്പം എന്തായാലും കുളമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ നല്ല പച്ചയോ നീലയൊക്കെ കളറായിരിക്കും വെള്ളം ഓരോ ടൈം ഉണ്ടാവുക. അപ്പം നിങ്ങൾക്കും കാണാം. ഞാനത് വേഗം ഷടപ്പടി റെഡി ആവട്ടെ. അപ്പം ഞാൻ റെഡിയായി. ഞാൻ ഡ്രസ്സൊന്നും മാറ്റിയില്ല, ഇതന്നെ മതി. ജസ്റ്റ് ഇവിടെ ഞാൻ നടന്ന് പോകുന്നുണ്ട്. മുടിയൊക്കെ പിടിച്ച് കെട്ടി ഒരു ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. ഇതെൻ്റെ പുതിയ മാക്സി ഡ്രസ്സില്ലേ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്ന ടൈപ്പ്. ഇത് പക്ഷേ ഓൺലൈനായിട്ടല്ല, ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായതാ. കുറച്ച് ലൂസാണ്. അങ്ങനെ ലൂസാക്കി എടുത്തത് XXL തോന്നുന്നുണ്ട്. കുറച്ച് ലൂസാക്കി എടുത്തത്. എനിക്ക് വീട്ടിൽ നിന്ന് ഇടാൻ കുറച്ച് ലൂസായിട്ടാണ് ഇഷ്ടം. അപ്പം നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ഇറങ്ങി അപ്പോഴേക്ക് മഴ പെയ്ത്. അപ്പൊ ഞാൻ വിചാരിച്ച് കൊടയെടുക്കാൻ. കോട്ടിട്ടിട്ടുണ്ട്. ദിവട്ടിന് പാൻറ്റും ഉണ്ട് കോട്ടിന്. പക്ഷെ എനിക്ക് പാൻറ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് കൊടയെടുക്കാം. അപ്പം വണ്ടിയിലെടുക്കാൻ പോട്ടെ. വേണമെന്നില്ല. നമ്മൾ കാവിൻ്റെ പരിസരത്തെത്തി. നമുക്ക് താഴേക്കുളത്തിലേക്ക് പോവാം. ചോദിച്ചപ്പോൾ ആടെ ആരല്ലോ നീന്തുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനടുത്ത് വരെ ചളിയും വെള്ളമാണ്, നീന്താൻ പറ്റില്ല എന്നൊക്കെയാണ് കേട്ടേ. പക്ഷെ ഇന്നിപ്പോൾ നല്ല വെള്ളമാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. താഴേക്കുളത്തിൽ ഞാൻ ഒരു പ്രാവശ്യം അങ്ങാറ്റം ഒരു 2-3 കൊല്ലം മുൻപേ, കല്യാണം കഴിഞ്ഞതിന് 1 കൊല്ലം മുൻപേ അങ്ങാറ്റം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിട്ട് നീന്താൻ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അത്യാവശ്യം ആഴമൊക്കെ ഉണ്ട്. പക്ഷേ വിത്തുള്ളതൊക്കെ ചെറുതാണ്. മുകളിൽ കുളത്തിനെക്കാടും അതാ തോന്നുന്നുണ്ട് കുറച്ചുകൂടി വലുത്. എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം.
കുളം കണ്ടപ്പോൾ ദീപുവേട്ടന് ആവേശം കയറിയിട്ടുണ്ട്. വേഗം പോയി ഡ്രസ്സ് എടുത്ത് വന്നിട്ട് നീന്താന്നൊക്കെ പറയുന്നുണ്ട്. ആദ്യം വീട്ടിലെത്തുമ്പോഴേക്ക് ചിലപ്പോൾ മനസ്സ് മാറുവാ. നല്ല വെള്ളമായി. എന്നോട് മുന്നേ ഇവിടുത്തെ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായത് ചളിവെള്ളമാണ് എന്നാണ്. അത് വെച്ചാൽ ഇതിൻ്റെ പണി ഇപ്പം തീർന്നത്, നവീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് പണിയൊക്കെ തീർന്നത്. അപ്പോൾ ഈ കല്ലിൻ്റെ ഇടയിൽ നിന്ന് ചളി വന്നിട്ട് വെള്ളം വൃത്തിയില്ല എന്നൊക്കെയാണ് കേട്ടത്. പക്ഷെ നല്ല വെള്ളം, ഇതിൽ നല്ല അടിപൊളി വെള്ളമാണ് മുകളിലത്തെ കുളത്തിൽ. അത് കാണിച്ചു തരാം ഇതൊക്കെ. ഇതാണ് നമ്മുടെ കാവ്. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് നമ്മുടെ സ്വന്തം നാട്, നമ്മുടെ അമ്പല പരിസരം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീലായിരിക്കുമല്ലോ. കുളം നമുക്കിത് ഈ സൈഡിലുള്ളതാണ് കുളം. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്കെന്തായാലും പോയി നോക്കാം. എന്തോ നോക്ക് നിങ്ങൾ, എന്ത് രസമാണെന്നൊക്കെ. പച്ച കളർ വെള്ളം. ഞാൻ പറഞ്ഞില്ലേ മറ്റേ കുളത്തിനെക്കാട്ടിലും ഭംഗി ഈ കുളമാണ് കാണാനെന്ന്. ഇങ്ങോട്ടുണ്ടതാ. അതാണ് കുളപ്പുര. ഏകദേശം ഈ ഇവിടെ കല്ല് വെച്ചില്ലേ, അവിടം വരെ വെള്ളം കയറിയിരുന്നു. ഇതിപ്പോൾ കുറവാണ്, കുറച്ചുകൂടി വെള്ളം കയറാനുണ്ട്. നല്ല മഴ പെയ്താൽ ഇനിയും വെള്ളം കയറും. നമ്മൾ മഴയൊക്കെ ഒന്ന് നിന്നിട്ടുണ്ട്. ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഇഷ്ടം. നല്ല രസമല്ലേ? നമുക്കിങ്ങനെ നടക്കാനൊക്കെ പോകാൻ പറ്റിയൊരു ക്ലൈമറ്റാണ്. എനിക്ക് തണുപ്പ് പിടിച്ചുകൊണ്ടാണ്. എനിക്കല്ലെങ്കിൽ മഴയത്തൊക്കെ ഇറങ്ങി നടക്കാൻ ഇഷ്ടമാണ്. തണുപ്പ് പിടിച്ചിട്ട് ഇപ്പോൾ എക്സാമൊക്കെ വരുന്നതല്ലേ, അപ്പം ഇങ്ങനെ മഴയൊക്കെ കൊണ്ട് ആദ്യം പനിയൊക്കെ വന്നില്ലെങ്കിൽ പിന്നെ പാടാവും. അതുകൊണ്ടാണ് അമ്മയോട് ചീത്ത പറയും. അപ്പം നമ്മൾ പറഞ്ഞ പോലെ വീട്ടിൽ വന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് പോകുന്നുണ്ട്. ഉള്ളിലാണ് കേട്ടോ ഡ്രസ്സ്, പുറത്ത് കോട്ടെടുത്തിട്ട് തോർത്തെല്ലാം എടുത്തിട്ടുണ്ട്. മഴ ഇപ്പോൾ വെളിങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഫോണിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നതിന് മഴ പെയ്യുകയാണെങ്കിൽ കോട്ടിൻ്റെ ഉള്ളിൽ ഫോണൊക്കെ പൊതിഞ്ഞ് വെക്കേണ്ടി വരും. 11 മണിയായിട്ടുണ്ട്. 11 മണിക്കാണ് നീന്താൻ പോകുന്നത്. നമുക്കിങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ദീപാട്ടിനും പ്രിപ്പയർഡ് അല്ലായിരുന്നു. ഇപ്പോൾ കുളം കണ്ടപ്പോഴാണ് ഓർക്കൊരാഗ്രഹം വന്നത്. അപ്പോൾ പോയി നോക്കട്ടെ. ഞാനിപ്പം കുറച്ചൊരു ടച്ചൊക്കെ വിട്ടുകൊണ്ട് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാതെ നമുക്ക് നോക്കാം. നമ്മൾ നമ്മുടെ കുളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞതാ വീട്ടിലേക്ക് പോവാട്. നല്ല റിഫ്രഷ് ആയൊരു ഫീലായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം നീന്തിയേണ്ടി ഇപ്പോൾ വീട്ടിൽ പോയിട്ടൊരു കുളി പാസ്സാക്കാം. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഒരു പിക്കപ്പ് ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അയാളിപ്പം വരും. ഒന്ന് ഈ സാധനം ഇവിടെ നമ്മുടെ അടുത്തൊരു പീടിയുണ്ട്, ആ പീടിയോയിൽ കൊടുക്കുമോയെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുങ്ങനെ മഴയൊക്കെ പൊടിയുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് സാധനം പീടിയയിലേക്ക് കൊടുക്കാൻ പോവുകയാണ്. ഒരു ഷൂ ആണ്, സൈസ് മാറിപ്പോയി. അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാൾ വരുമ്പോൾ നമുക്ക് ടെൻഷനില്ല. അയാളായിരുന്നു വാങ്ങിയിട്ട് പോയിക്കോളും. കൊണ്ട് കൊടുക്കാം. അയാൾ സുന്ദരിയായിട്ട് വന്നിരിക്കുന്നുണ്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട്. അമ്മേ, ഫാൻസിനോട് എന്തെങ്കിലും 2 വാക്ക്? നല്ല മഴയാണ് പിന്നെ അതുകൊണ്ട് എല്ലാവരും പോയി കിടന്നിറങ്ങിക്കോന്ന്. ഇല്ല, കാവത്തായി ഇല്ല. അമ്മക്ക് കണ്ണാടിപ്പറമ്പിലല്ലേ ഫാൻസ് അസോസിയേഷൻ. ഫുഡ് കഴിക്കാം വാ. അപ്പൊ ഫുഡിന് നമുക്ക് ചോറുണ്ട്. ഇതിനെന്താ മഞ്ഞക്കറ്റില മൊളീഷൻ, പിന്നെ നത്തൽ ഫ്രൈ. ഇത് ദീപാട്ടിന് ഏറ്റവും ഫേവറേറ്റ്. ദീപാട്ടിന് വേണ്ടി അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ അവിയലാണ് ഗൈസ്. പിന്നെ അച്ചാറ്, പിന്നെ മോര്, ഉപ്പിലിട്ട മാങ്ങ.
അച്ഛൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് മാത്രം എടുത്തത്. ദീപാട്ട ബട്ടർ സ്കോച്ചും സ്പാനിഷ് ഡിലൈറ്റും കൂടി മിക്സ് ആക്കി ഒരു പുതിയ ഫ്ലേവർ ആക്കി തിന്നാനുള്ള പ്ലാനില്ല. കഴിച്ചു നോക്ക് ദീപാട്ട. അമ്മ ഏതാ എടുത്തേ? ഇന്നലെ വരെ പനിച്ചിട്ട് ക്ഷീണായി നടന്ന ആളത് ഐസ്ക്രീമും കൊണ്ട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സ്പാനിഷ് ഡിലൈറ്റും ബട്ടർ സ്കോച്ചും കൂടിയിട്ട് എന്ത് ഫ്ലേവറാ തോന്നുന്നേ? എന്ത് ഫ്ലേവറാന്ന് അറിയില്ല, പക്ഷെ രണ്ടും കൂടി ഇപ്പം തിന്നാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോകേണ്ടിക്ക് റെഡി ആയിട്ടുള്ളേ. കാര്യമായിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ച് മുഖത്തൊന്നും കണ്ണിലൊന്നും എഴുതിയിട്ടില്ല. എന്തായാലും ചെറുങ്ങനെ മഴ പൊടിയുന്നുണ്ട്, നനഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കൂടി വെറുതെ സ്പ്രെഡ് ആവുന്നതിൽ നല്ലത് ഒന്നും എഴുതാണ്ട് പോകുന്നതാണല്ലോ. അപ്പം ദീപാട്ടിന് റെഡി ആയിട്ടുണ്ട്, നമ്മൾ രണ്ടാളും മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പോകാം. അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് താഴേച്ചൊവ്വയുള്ള സെക്യൂറ മാളിലേക്കാണ്. ഞാനൊരു 2-3 തവണയൊക്കെ ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. നെസ്റ്റോയിൽ ആ ടൈം എന്തൊക്കെയോ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം നെസ്റ്റോയിലേക്ക് വരേണ്ട തിരക്കാണ് കൂടുതൽ. നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് പോയില്ല, നമ്മൾ നേരെ പോയിട്ടുണ്ടായത് മാക്സിലേക്കാണ്. എനിക്ക് രാവിലെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, മാക്സിൽ കുറേ ഓഫർ ഉണ്ട്, എന്തൊക്കെയോ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് എന്ന്. അപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കിയതാണ്. അപ്പം മെൻസിന്റെ കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു, നല്ല വെറൈറ്റി ടീഷർട്ട്, ഷർട്ട്, ജീൻസ്, അങ്ങനെ മെൻസിനാണ് എനിക്ക് കൂടുതൽ കളക്ഷൻ തോന്നിയത്. ലേഡീസ് കളക്ഷൻസ് അത്ര ഉണ്ടായിരുന്നില്ല, കുറവായിരുന്നു. സാധാരണ നമ്മൾ മാക്സ് പോകുന്ന ടൈം കാണുന്ന ടൈപ്പ് കളക്ഷൻസ് തന്നെയായിരുന്നു ലേഡീസിൻ്റെത് ഉണ്ടായത്. പിന്നെ ഫുട്വെയറിൻ്റെ കുറേ കളക്ഷൻ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, മെൻസിനും ലേഡീസിനും കുട്ടികൾക്കും ഒക്കെ പറ്റുന്ന ടൈപ്പ്. അപ്പം ഞാൻ കുറച്ചൊക്കെ അവിടെയൊക്കെ നടന്ന് നോക്കി. പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി നമ്മൾ നേരെ പോയിട്ടുണ്ടായത് ഫുഡ് കോർട്ടിലേക്കാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ സെക്യൂറയിലെ ഫുഡ് കോർട്ടിൽ വരുന്നത്. മുന്നേ വന്ന ടൈം ഇവിടുത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു തോന്നുന്നുണ്ട്. ചിക്കിങ്ങും ഫലൂദ നേഷനും അടക്കം ഒരു 4-5 ഫുഡ് കൗണ്ടറാണ് ഉണ്ടായത്. അപ്പം ഞാൻ ക്രീമറിന്ന് ഒരു ബർഗറും പിന്നെ ഒരു മൊഹീറ്റോ ആണ് വാങ്ങിയിട്ടുണ്ടായത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ. ഏട്ടൻ ചാർമിനാറിന്ന് തന്തൂരി ചിക്കൻ്റെ ഒരു കോംബോ ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായത്. അതിൻ്റെ അകത്ത് റൈസ്, പിന്നെ കുബൂസ്, മയോണൈസ്, സാലഡൊക്കെ വരുന്നുണ്ടായിരുന്നു. അത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർഗറും കുഴപ്പമില്ല, ഞാനൊരു നോർമൽ ബർഗറാണ് വാങ്ങിയിട്ടുണ്ടായത്. ഫുഡ് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയിട്ടുണ്ടായത് പയ്യാമ്പലം ബീച്ചിലേക്കാണ്. ഏട്ടൻ ഇതുവരെ പയ്യാമ്പലം ബീച്ചിൽ പോയിട്ടുണ്ടായിട്ടില്ല. നമ്മളങ്ങനെ ബീച്ചിലെത്തി ഗായ്സ്. അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, പക്ഷെ ഇതിലും കൂടുതൽ ആൾക്കാർ സാധാരണ ഇവിടെ ഒരു 8 മണി 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് ആൾക്കാർ കൂടുതൽ ഉണ്ടാവുക. ഇപ്പൊ സമയത്തിലായി 7:30 ഇപ്പൊ ഒരു 7:30 ആയിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നമുക്ക് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ച്. ഇത്രയും വെളിച്ചമില്ല, ഞാനിപ്പോൾ എക്സ്പ്ലോഷർ കൂട്ടിയിട്ടിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വെളിച്ചം തോന്നുന്നത്. നമ്മൾ ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും മഴ പെയ്ത് നമ്മൾ പിന്നെയും കോട്ടൊക്കെ എടുത്തിട്ട് മാളിൽ ഇറങ്ങിയപ്പോൾ നമ്മൾ കോട്ടൊക്കെ ഊരി വെച്ചതായിരുന്നു. മഴയില്ലായിട്ട് ജസ്റ്റ് നമ്മൾ കോട്ടിട്ട് കഴിയുമ്പോഴേക്കും മഴ പോവുകയും ചെയ്തു. ഇങ്ങോട്ട് ഇപ്പോഴും കോട്ട് ഹെൽമെറ്റൊക്കെ ഇട്ട് നടക്കുന്നത്. പിന്നെയും മഴ പെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കൊരു ചൂട് കല്ലുമ്മക്കായി കഴിക്കാൻ ആഗ്രഹം വന്നു. അങ്ങനെ നമ്മൾ കുറേ ദൂരം വണ്ടി എടുത്ത് പോയി ഏകദേശം എൻഡിലേക്ക് എത്തിയപ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായത്. കുറേ ഷോപ്പുകൾ ഓപ്പൺ അല്ലായിരുന്നു, മഴയായതുകൊണ്ടായിരിക്കാൻ തോന്നുന്നുണ്ട്. പക്ഷെ അവിടെ എത്തിയത് നമുക്ക് എന്തായാലും നല്ല ടൈമാണ്, നമുക്ക് നല്ല ചൂട് കല്ലുമ്മക്കായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ദീപുവേട്ടനാണ് ഫസ്റ്റത്തെ ബൈറ്റ് എടുത്തത്. ചെറുതായിട്ട് നാക്കൊക്കെ ഒന്ന് പൊള്ളിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എരിവൊക്കെ പാകത്തിനായിരുന്നു. അത് കൂടാണ്ട് അവരവിടെ മുട്ട ഇങ്ങനെ മസാലയിലൊക്കെ തേച്ചിട്ട് അതും പൊരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാനും കഴിച്ചു നോക്കി, എനിക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഓരോ ബൂസ്റ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് ഫ്രഷായി. നല്ല മഴയുണ്ടായിരുന്നു, അതുകൊണ്ട് വരുമ്പോൾ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു, കുറേ ടൈം എടുത്തു വീട്ടിലേക്ക് എത്തേണ്ടിയിട്ട്. എന്താണെന്നറിയില്ല ഇത്ര ബ്ലോക്ക്, ചിലപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇരുന്നിരുന്ന് ബാക്കൊക്കെ ഫുള്ള് വേദന എടുക്കുകയായിരുന്നു. വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റിയപ്പോഴാണ് ഒന്ന് സമാധാനമായത്. അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഇനി ഫുഡ് കഴിക്കലൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പം കുറച്ച് സമയം TV ഒക്കെ കണ്ടിരുന്ന് പിന്നെ സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.